ജിദ്ദയിലെ തിരുവനന്തപുരം ജില്ലക്കാരുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം സ്വദേശി സംഘത്തിന് 9ാം വാർഷികം ഈ മാസം 24 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. സ്പോർട്സ് മേള 18-ന് സഹദൽ ഇൽഹാബ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾ പരിഗണിച്ച് ആലങ്ങൽ മുഹമ്മദിനും വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സേവനത്തിന് അധ്യാപകരായ നൌഫൽ പാലക്കോത്ത്, മിൻ സുരേഷ് എന്നിവർക്ക് നാസർ വർക്കല അവാർഡ് നൽകി ആദരിക്കും. ഷജീർ കണിയാപുരം, ജോഷി സുകുമാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായ് KMCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൈ ഡോക്ടർ സൗജന്യ ത്വക്ക് മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും. രാവിലെ 8 മണി മുതൽ ദുബായ് KMCC ആസ്ഥാനത്ത് വെച്ചാണ് ക്യാമ്പ്. പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ നിഷിത്, മറ്റു പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുന്ന ക്യാമ്പ് മാസ്റ്റർ, മലബാർ ഗോൾഡ് എന്നിവരുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതും രാവിലെ 8 മണിക്ക് ടോക്കൺ കരസ്ഥമാക്കേണ്ടതുമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രമുഖ പഞ്ചാബി ഗായകൻ മൊഹീന്ദർ ജലന്ധരിയുടെ 3ാമത് സംഗീത ആൽബം ദോഹയിൽ റിലീസ് ചെയ്തു. ഖത്തറിൽ ജോലി ചെയ്തു വരുന്ന മൊഹീന്ദറിന്റെ 2 ആൽബങ്ങൾ നേരത്തെ ഗൾഫിൽ തന്നെ റിലീസ് ചെയ്തിരുന്നു. ദലേറിയൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ആൽബത്തിൽ 8 പാട്ടുകളാണ് ഉള്ളത്. CD പ്രകാശന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രമുഖ പ്രവാസി സംരംഭമായ അൽസലാമ ഗ്രൂപ്പ് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് തിരിയുന്നു. 2004-ൽ നേത്രചികിത്സാ രംഗത്ത് തുടക്കം കുറിച്ച അൽസലാമ വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിനു പുറമെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം ഇപ്പോൾ ചുവടുറപ്പിക്കുന്നത്. പുതിയ സംരംഭങ്ങളിലും പ്രവാസി നിക്ഷേപമാണ് അൽസലാമ ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർമാർ ഖത്തറിൽ പറഞ്ഞു. IPL ഒത്തുകളിയിൽ BCCI അധ്യക്ഷൻ N. ശ്രീനിവാസന് പങ്കുണ്ടെന്ന് ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട്. BCCI അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിക്കവേ സുപ്രീം കോടതി തന്നെയാണ് ശ്രീനിവാസന്റെ പേര് റിപ്പോർട്ടിലുണ്ടെന്ന വിവരം പുറത്തുവിട്ടത്. സത്യവാങ്മൂലം കോടതി തള്ളി. 12 ക്രിക്കറ്റ് താരങ്ങളുടെ പേരും റിപ്പോർട്ടിലുള്ളതായി കോടതി അറിയിച്ചു. ഇതാദ്യമായാണ് BCCI അധ്യക്ഷൻ N. ശ്രീനിവാസന്റെ പേര് മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്നതിന് സുപ്രീം കോടതി സ്ഥിരീകരണം നൽകുന്നത്. BCCI അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനിവാസൻ നൽകിയ സത്യവാങ്മൂലം പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിർണായക വെളിപ്പെടുത്തൽ. റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടയാൾ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമ്പോൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കുന്നതിന് തടസ്സമാകും. അതിനാൽ സത്യവാങ്മൂലം തള്ളുകയാണെന്നും കോടതി അറിയിച്ചു. മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശരിയോ തെറ്റോ ആകാം. അത് തീരുമാനിക്കേണ്ടത് സ്വതന്ത്രമായ അന്വേഷണമാണ്. ഗൗരവതരമായ അന്വേഷണം നടക്കേണ്ട നിർണായക വിവരങ്ങളാണ് മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്നും കോടതി പറഞ്ഞു. ശ്രീനിവാസനെ കൂടാതെ 12 ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനാൽ കമ്മിറ്റിക്ക് മുമ്പാകെ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി നൽകിയ മൊഴിയുടെ റെക്കോർഡിംഗ് ആവശ്യപ്പെട്ടുള്ള BCCIയുടെ ഹർജിയും പരമോന്നത കോടതി തള്ളി. IPL COO സുന്ദർ രാമന് ഈ സീസൺ കഴിയുന്നതുവരെ തൽസ്ഥാനത്ത് തുടരാമെന്നും കോടതി പറഞ്ഞു. സുന്ദർ രാമനും ശ്രീനിവാസനും ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയും മുഗ്ദൽ കമ്മിറ്റിക്ക് മുമ്പിൽ തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതേസമയം മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏതു അന്വേഷണ ഏജൻസിയാണ് കേസ് അന്വേഷിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. BCCIയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര അന്വേഷണമാകാമെന്ന് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജിക്കാരായ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനെ എതിർത്തു. കേസിൽ വാദം തുടരും. മീഡിയ 1 ഡൽഹി. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നു ഷുഹൈബ് അയൂബ്. അദ്ദേഹം പ്രൊഫഷണൽ ടീം അസോസിയേഷൻ ക്രിക്കറ്റ് കുവൈത്തിലെ പ്രൊഫഷണൽ ക്രിക്കറ്റ് താരമാണ്. ഒപ്പം മാധ്യമം സ്പോർട്സ് റിപ്പോർട്ടർ ഫിറോസ് ഖാൻ, മിസ്റ്റർ ഷഹന, തലശ്ശേരി ക്രിക്കറ്റ് ഫോറം ജിദ്ദ എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ ഷുഹൈബ്, മാന്യന്മാരുടെ കളിയെന്ന് വിലയിരുത്തപ്പെടുന്ന ക്രിക്കറ്റിന് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക? മൊത്തത്തിൽ ക്രിക്കറ്റിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശങ്ങൾ പരിശോധിക്കുമ്പോൾ? തീർച്ചയായും നമ്മളെപ്പോലുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഇത് തീർച്ചയായും ഒരു സങ്കടകരമായ വാർത്തയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇത്രയും ആത്മാർത്ഥതയോടു കൂടിയും ഇൻട്രസ്റ്റോടു കൂടിയും കാണുന്ന ഒരു ഗെയിം പെട്ടെന്ന് ഇങ്ങനത്തെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടും വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മളും ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് ക്രിക്കറ്റിനോടുള്ള സ്നേഹം കൊണ്ട് ക്രിക്കറ്റിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടും കളിക്കുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെ വിഷമമുണ്ട്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ഷഹനാദ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷഹനാദ്, ഒരുപക്ഷെ വലിയ ഒരു വിഭാഗം ആളുകൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കായിക ഇനം അതാണ് ക്രിക്കറ്റ്. അതുതന്നെയാണ് ക്രിക്കറ്റിനെ ഇത്രമാത്രം ജനകീയമാക്കിയതും.
ആ ക്രിക്കറ്റിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ബോഡിയാണ് BCCI. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ അതിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തന്നെ ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? അത് നടന്നിട്ടും ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം ഇപ്പോഴും തിടുക്കം കാട്ടുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടം പോലും മടി കാട്ടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ക്രിക്കറ്റിൽ ആകെ ഗ്രസിച്ചിരിക്കുന്ന പണം എന്ന വലിയ മേധാവിത്വത്തിൻ്റെ ഒരു സമ്മർദ്ദ ശക്തിയാണോ ഇപ്പോഴും ശ്രീനിവാസൻ തന്നെ അതിൻ്റെ സെക്രട്ടറിയായി തുടരുന്നു എന്നുള്ളത്? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ക്രിക്കറ്റില് പിന്നെ ഇന്ത്യ കൈകൊള്ളുന്ന ആ മേധാവിത്വം, അതായത് ലോകത്തിലുള്ള ഏത് ബോർഡിനെ എടുത്തു വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ സാമ്പത്തിക സ്രോതസ് വളരെ വലുതാണ്. അപ്പം ആരും ഈ ഒരു ബോർഡിന്റെ തലപ്പത്തെത്താനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇവൻ ഇപ്പോ ഈ കോടതി വിധി ഫസ്റ്റ് ടൈമിൽ വന്നേരം ഗവാസ്കറിന്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ കോടതി. പക്ഷെ ഗവാസ്കർ പോലും അതിന്റെ മേൽപ്പത്തെത്താൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം ഇതിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ശ്രീനിവാസന് തോന്നിയിട്ടുണ്ടാകണം, ഒരു പ്രാവശ്യം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് പിന്നെ പോവാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇയാളെ ജഗ്മോഹൻ ഡാൽമിന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇത്രയും വലിയ പാതയിലേക്ക് നയിച്ചുകൊണ്ട് പോയ ആളായിരുന്നു അയാൾ. പക്ഷെ അയാൾക്കെതിരെ ചെറിയൊരു ഇത് വന്നതിന് ശേഷം, ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്താ പറയേണ്ടത്, അയാൾക്ക് തിരിച്ചങ്ങോട്ടേക്കുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. ഇപ്പം ചെറിയ ചാൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അയാൾക്ക് ശരിക്കൊന്നും ഒരു ശരിയായൊരു ഹോൾഡ് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ ഷുഹൈബ്, ഒരുപക്ഷെ ക്രിക്കറ്റിൽ തന്നെ സമൂലമായൊരു മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞാണ് IPL തുടങ്ങിയത്. അതുവരെ മൈതാനങ്ങൾ കീഴടക്കിയിരുന്ന ടെസ്റ്റ് ഏകദിന മത്സരങ്ങളെ അമ്പാടെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് IPL നമ്മുടെ മൈതാനങ്ങൾ കീഴടക്കിയത്. ഒരുപക്ഷെ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ വിവാദങ്ങൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല. വലിയ പണക്കൊഴുപ്പിന്റെ മേള എന്നറിയപ്പെട്ട IPL-ൽ താരങ്ങൾ വളരെ ആവേശത്തോടെ കളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ക്രിക്കറ്റിന് എത്രമാത്രം ഗുണം ചെയ്യും ഈ IPL? ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അന്ന് മുതൽ തന്നെ കേൾക്കേണ്ടിയും വരുന്നു. ക്രിക്കറ്റിന് ഗുണം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം IPL-ൽ കളിച്ച പല താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റായ രഞ്ജി ട്രോഫി കളിച്ചെത്താൻ പറ്റാത്ത ഉയരത്തിലേക്ക് IPL മാത്രം കളിച്ചുകൊണ്ട് എത്തിയ ടീമംഗങ്ങളും ഉണ്ട്. അശ്വിനെ പോലുള്ളവർ IPL മാത്രം കളിച്ചുകൊണ്ട് മാത്രം എത്തിപ്പെട്ട ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് ഒരു അധികാരങ്ങൾ, ക്രിക്കറ്റ് കൊണ്ടാടുന്ന അധികാരികൾ തമ്മിലുള്ള ഒരു പിടിവലി, അല്ലെങ്കിൽ അതിന്റെ മേൽ ഒരു അധികാരം കൈയേറാനുള്ള ഒരു പിടിവലിയായിട്ട് കാണുന്നത് ഈ പണത്തേക്കിന്റെ ഒരു ഇത് അതിലുണ്ട്. കാരണം അതാണ് ഈ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം IPL ഒരു ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കരുതാനുള്ളത്. കാരണം വളരെ ഉൾനാട്ടിലുള്ള കളിക്കാരും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സഞ്ജു സാംസനെ പോലുള്ള ഒരു കളിക്കാരൻ വേൾഡിലേക്ക് അറിയപ്പെടുന്ന രീതിയിൽ വളർന്നത് IPL എന്ന ഒരു ക്രിക്കറ്റ് കളിയിലൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ ഉച്ചിച്ച് തള്ളാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പണക്കൊഴുപ്പ് ഒരു പ്രശ്നം തന്നെയാണ് ആക്ച്വലി. റൈറ്റ്. ശ്രീ ഷഹനാദ്, ഒരുപക്ഷെ BCCIയെ സംബന്ധിച്ച് ശ്രീനിവാസൻ അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന അന്ന് തൊട്ട് കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. ഇപ്പോൾ സമീപകാലത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ ശക്തമായി കോടതി ഇടപെടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ കോടതിയുടെ ഈ ഇടപെടൽ എത്രമാത്രം പ്രതീക്ഷ നൽകുന്നു? ഒരു ശുദ്ധികലശം BCCI പോലെയുള്ള വലിയ ഒരു ഏജൻസിക്കകത്ത് കോടതിക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ കായിക രംഗത്ത് അത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും വഴിവെക്കുക. ഇപ്പോഴത്തെ ആ ഇടപെടൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ നമുക്ക്? തീർച്ചയായും കോടതി വിധി അതിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ ഇതുവരെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ, അതായത് ഈ BCCI ഫോം ചെയ്യുന്നതിൽ മെയിനായിട്ടുള്ള പങ്കുകൾ വഹിക്കുന്നത് മറ്റുള്ള ബോർഡുകൾ കൂടിയുള്ള പങ്കുണ്ടല്ലോ. അതിൽ എന്റെ അറിവിൽ ഇതുവരെ ഒരു ബോർഡ് മാത്രമാണ്, സംസ്ഥാന ബോർഡ് മാത്രമാണ് ശ്രീനിവാസിനെതിരെ നിന്നിട്ടുള്ളൂ. മറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മറ്റുള്ള ബോർഡുകൾ അയാൾക്കുള്ള സപ്പോർട്ട് വിത്ഡ്രോ ചെയ്യുന്നു അത് അനുസരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ കോടതിക്ക് BCCI, അതായത് ശ്രീനിവാസനെ പിന്നെ ICC മേധാവിത്വത്തിൽ നിന്നും വിലക്കാൻ പറ്റിയിട്ടില്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ഇപ്പോൾ ഷിഹാബ് എന്ന പ്രേക്ഷകനുണ്ട്
എറണാകുളത്ത് നിന്നും. ഷിഹാബ്, പറഞ്ഞോളൂ. ഇത് തികച്ചും ഒരു പോക്കത്തിന്റെ ഒരു വിങ്ങിന്റെ കയ്യിലാണ് ഇപ്പോഴും നമ്മൾ ഈ IPL എന്നുള്ളത്. നമ്മുടെ 50-50 മാച്ച് ഇപ്പൊ എവിടെ പോയി? 50 ഓവർ ക്രിക്കറ്റ് അതിപ്പോ എവിടെ പോയി? അതിപ്പോ ഇല്ല, നിലവിലില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊരു വിങ്ങിന്റെ കയ്യിലാണ് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത്. ചില ആളുകൾക്ക് താല്പര്യമുള്ളവരെ ടീമിലെടുക്കുക, ചിലതെടുക്കുക. ഒരു വർഷത്തില് 7ാം സീസണാണ് ഇത് വരുന്നത്. യഥാർത്ഥ ക്രിക്കറ്റ് എവിടെ പോയി? ഈ IPL എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലുള്ളതാണ്. വേറെ എവിടെയെങ്കിലും ഇത് അറിയപ്പെടുന്നുണ്ടോ? ഇതൊരു വലിയൊരു കുത്തകയുടെ കയ്യിൽ ഇത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. ക്രിക്കറ്റിന്റെ സർവ്വവിധ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് പഴയ ക്രിക്കറ്റൊക്കെ എവിടെ? 50-50 വൺ ഡേ മാച്ച് ഒക്കെ എവിടെ? ഈ 20-20 കൂടി ഇത് വന്നു. ഇനി 10 10 ഓവർ കളി വെച്ചാലും യഥാർത്ഥ ക്രിക്കറ്റ് എവിടെയാണ്? അതാണ് എനിക്ക് വളരെയധികം നന്ദി ഷിഹാബ് ഈ പ്രതികരണം അറിയിച്ചതിന്. ഇപ്പോൾ മുഹമ്മദ് കുത്തുബ്, ക്രിക്കറ്റ് വിദഗ്ധൻ, അദ്ദേഹം ദോഹയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് കുത്തുബ്, ഒരുപക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ത്യൻ കറപ്ഷൻ ലീഗായി മാറുന്നു എന്നാണ് പലരും ഇപ്പോഴത്തെ IPL-നെ ഒരു തരത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു കായിക മാമാങ്കം തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ പെടുന്നു. BCCI അടക്കമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും കോടതിയുടെ വലിയ വിമർശനങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നു. ഇപ്പോൾ N. ശ്രീനിവാസനെ പോലെയുള്ള ഉന്നതനെ സുപ്രീം കോടതി തന്നെ പറയുന്നു അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന്. അത്തരത്തിലേക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വിശ്വാസ തകർച്ചയിലെ ക്രിക്കറ്റ് പോലെയുള്ള വലിയ കായിക മാമാങ്കത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിന് വളരെ അപമാനകരമായ ഒരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് വളരെ പ്രതീക്ഷയോടുകൂടി വന്ന ഈ IPL-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അത് യഥാർത്ഥത്തിൽ ആ സംവിധാനം IPL എന്ന സംവിധാനം രൂപകൽപ്പന ചെയ്തതിൽ പോലും അതിന്റെ അബദ്ധം അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചർച്ചയേക്കാൾ പ്രധാനം ഈ IPL എന്നതുപോലും എന്താണ് അതിന്റെ ഫോർമാറ്റ്, അത് ആരാണ് തുടങ്ങിയിട്ടുള്ളത്, ആരാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ. നമുക്കറിയാം ഇതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബോളിവുഡ്, അതുപോലെ മാഫിയ സംഘങ്ങൾ, പൊളിറ്റീഷ്യന്മാര്, അതുപോലെ ക്രിക്കറ്റിൽ വിരമിച്ച ഈ നരച്ച കുറെ ആളുകൾ യഥാർത്ഥത്തിൽ അവർക്കുള്ള ഒരു പുനരധിവാസത്തിനുള്ള ഒരു താവളം കൂടിയാണ്. മാത്രവുമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ക്രിക്കറ്റിനെ വളർത്തുന്നതിന് പകരം കൂടുതൽ ജനകീയമാക്കി ജനങ്ങളെ ഇതുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് പകരം ഇതിന്റെ ഓഫ് ഫീൽഡിൽ നടക്കുന്ന വലിയ കോടികളുടെ മറിമായങ്ങൾ, മാറ്റിമറിക്കലുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 2013 അതിന്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിട്ടുള്ളത് UK-യിലുള്ള ഒരു കമ്പനി ഏതാണ്ട് $4 ബില്യൺ അധികമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇത്രയും കോടികൾ ചെലവഴിച്ച് അതിന്റെ ആ ഒരു സൗഭാഗ്യം രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ലല്ലോ, കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും അതിന്റെ ക്ലബ്ബുകളും മാത്രമല്ല, കളി കാണുന്ന കോടിക്കണക്കിന് വരുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഫാൻസ്, അവരുടെ അവസ്ഥ എന്താണ്? അവരെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ? കാരണം ഇതുപോലെയുള്ള വലിയ വൻ തോക്കുകൾ മീഡിയ രംഗത്തുള്ള, അതുപോലെ സിനിമ രംഗത്തുള്ള, അതുപോലെ മറ്റ് തരത്തിലുള്ള സാമ്പത്തിക ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യത്തെ ഒരു സമാന്തര സംവിധാനമാണ്. അതിനെ അവർ ക്രിക്കറ്റിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ് മുഹമ്മദ് കുത്തുബ്. ഞാൻ